ക്വസ്റ്റ്യൻ ചോദിച്ചു, നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാന് ഖുർആനിൽ നിന്ന് ആയത്ത് ഉണ്ടോ, ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ ഒരാളും എനിക്ക് ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പറഞ്ഞു തന്നില്ല. ഉസ്താദ് തീർച്ചയായിട്ടും ഇന്നൊരു ആയത്ത് എനിക്ക് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നലത്തെ മുഖമല്ലല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളത്. ഇന്നലെ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് പഠിച്ചിക്കണമെങ്കിൽ ഒന്ന് നിങ്ങൾ എസ് അടിച്ചാൽ മതി. ഇന്നലെ അതേയുള്ള നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ഇല്ലേ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പഠിച്ചൂല്ലേ? ശരി, എന്താണ് ഇന്നലെ പഠിച്ചത്? പ്രാർത്ഥന എന്ന് എന്തിനാ പറയല്? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. ഇന്നലെ പഠിച്ചത് പാഠം പഠിച്ചിക്കണോ നോക്കട്ടെ. ഇല്ലത്ത് പൈസൽ, നിങ്ങളൊന്ന് മൈക്കെടുക്കുക. എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട്? ഒന്ന് മൈക്കെടുത്തോളി, പറഞ്ഞോളി. ഞാൻ മൈക്ക് വിട്ടു. പ്രാർത്ഥന അള്ളാഹുവിനോട് നമ്മള് പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ് എന്ന് ഞാൻ ഇതാണോ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നോണ പറയണത്. ഇതാണോ ഇന്നലെ പറഞ്ഞു തന്നത്? ഇതാണോ? ഇല്ലത്ത് പൈസൽ ഇന്നലെ ചോദിച്ചിരുന്ന ആളെന്നല്ലത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ ഇന്നലെ ഇങ്ങനെ ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു എന്നൊക്കെ അല്ലേ? സുഹൃത്തുക്കളെ നിങ്ങളെല്ലാരും കേട്ടില്ലേ? അതെ. ഞാൻ ഇന്നലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു തന്നത്. പ്രാർത്ഥന എന്നാൽ എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? സാങ്കേതികമായി പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. അതൊന്നും കൂടി എന്ത് ചെയ്യാ, മൈക്കെടുത്ത് പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നത് പോലെ പറയാം കേട്ടാ. പറഞ്ഞു തന്ന പോലെ പറയാൻ ഞാൻ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിച്ചിട്ടില്ല, പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുമില്ല കേട്ടാ. അതൊന്നുകൂടി പറയാം. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞു തന്നത് ഒന്ന് പറയും. ഞാൻ ഇന്നലെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് കേട്ടോരുണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ ആയത്തും അതീത്തൊന്നും ഓതിയിട്ടില്ല, പച്ച മലയാളത്തിലാ പറഞ്ഞു കൊടുത്ത്. കേട്ടവർ മാത്രം എസ് അടിക്കുക. ഞാൻ കേട്ടവരെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളുകൾ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ള ഒന്ന് പറയും വേണം കേട്ടാ. മൈക്കിൽ വന്നിട്ട് ആരെങ്കിലും ഒരാള്. ഓക്കെ. ഏതാണെങ്കിലും ഇനി ഇല്ലത്ത് പൈസൽ ഒന്നും കൂടി പറയും. എന്താണ് പ്രാർത്ഥന എന്ന് പറയും? എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാ ഞാൻ പറഞ്ഞു തന്നത്. ഒന്ന് മൈക്കെടുത്തോളൂ. അതൊക്കെ പോട്ടെ. പക്ഷെ നമ്മൾ ഏത് കോലത്തിലാണെങ്കിലും പ്രാർത്ഥിക്കണാണെങ്കിലും അതൊക്കെ പോവേ. അത് ശരി, അത് തിരക്കടില്ലല്ലോ. അതൊക്കെ പോട്ടെ. നമ്മൾ ഏത് കോലത്തിൽ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും അതിന് പ്രാർത്ഥന എന്താന്ന് തിരിയാതെ പിന്നെ ഏത് കോലം തിരിയല്? പ്രാർത്ഥന എന്താന്ന് തിരിഞ്ഞെങ്കിലല്ലേ പിന്നല്ലേ അതിന്റെ കോലം ചിന്തിക്കല്? മനസ്സിലായോ? എന്ത് മണ്ടത്തരാ സുഹൃത്തുക്കൾ പറയണത്? ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ വന്ന മാതിരിയല്ല. ഇന്നലെ അദ്ദേഹം വേറൊരു നിലക്ക് പറ്റോ നോക്കിയതാണ്. ഇന്നിപ്പോ മൂപ്പർ എന്ത് ചെയ്താണ്? മൂപ്പരുടെ മുഖം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും ഞാൻ ഇന്നലെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് കേട്ടവർ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളൊന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് ഒന്ന് മൈക്കിൽ പറഞ്ഞാട്ടെ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ കേട്ടാ. സലാം മക്ക, പറഞ്ഞോളൂ, മൈക്കെടുത്തോളൂ. എവിടെ നിങ്ങളൊന്ന് ഇത് ചെയ്തോളൂ. അത് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യും നിങ്ങള്. ഓക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ എന്നാ മൈക്ക് ഒന്ന് എടുത്തോളൂ, പറഞ്ഞോളൂ. ഹലോ ഉസ്താദെ, ഞാനൊരു ആയത്താണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹം ഇന്നലെ ഒന്ന് പറഞ്ഞത് എൻ്റെ റൂമിൽ ഒരു ആളുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് കേൾവിക്കാരൻ ഉസ്താദ് ഇങ്ങനെ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ എന്ന്.
അപ്പോൾ അദ്ദേഹം നോ എന്ന് അടിച്ചിരുന്നു. അങ്ങനെ എങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കേൾവിക്കാരൻ ഉസ്താദ് ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ചോദിക്കുന്ന ആളോ വ്യക്തിയോ മറ്റു സാധനമോ എന്താണെങ്കിലും അത് ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി ചോദിക്കുന്ന ആളുടെ മനസ്സിലെ വിശ്വാസത്തോടു കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് കൂടാതെ ആ സുഹൃത്തിനെ കൊണ്ടുവരുന്നതാണ് നല്ലത് എന്നും പറഞ്ഞിരുന്നു. അദ്ദേഹം സമ്മതിച്ച് പോവുകയാണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, കണ്ടാ? അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പോലെയാണ് പറഞ്ഞത്. അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഒരു പ്രാർത്ഥന എന്ന് പറയണമെങ്കിൽ ഏതൊരു വ്യക്തിയോടാവട്ടെ, ശക്തിയോടാവട്ടെ, വസ്തുവിനോടാവട്ടെ ചോദിക്കുന്ന ചോദ്യം അത് പ്രാർത്ഥനയാവണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച്, വസ്തുവിനെക്കുറിച്ച്, ആളെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് ദൈവമാണെന്നുള്ള വിശ്വാസം വേണം. അഥവാ ദിവ്യത്വം ചെയ്യണം, ആരാധനക്ക് അർഹതയുള്ളതാണെന്നോ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് ചോദിക്കുന്നതിനെ എന്ത് പറയുള്ളൂ? പ്രാർത്ഥന എന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അതേന്ന് അത് മനസ്സിലാക്കി പോയ ആളിപ്പോ ഇന്നിപ്പോ വന്നിട്ട് പറഞ്ഞേട്ടങ്ങള് സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെയാണോ ഇയാള് പറഞ്ഞത് ഇന്ന് മൈക്കെടുത്തപ്പോ ചോദ്യത്തില്? അല്ല, കണ്ടോ? അപ്പൊ എന്തിനാണ് ഇല്ലത്ത് ഫൈസൽ, നിങ്ങൾ എന്തിനാ കളവ് പറയുന്നത്? കളവ് പറയുന്നത് എന്തിനാ? പിന്നെ കണ്ട ഉത്തരം പ്ലീസ്. എന്തിനാണ് നിങ്ങൾക്ക് ഉത്തരം വേണ്ടത്? മൈക്കെടുത്തോളൂ, ഒന്നുകൂടി പറയും. ഹലോ ഉസ്താദെ, ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഖുർആനിന്നൊരു ആയത്തല്ല ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ അതും കിട്ടി തരും, ഞാൻ നോക്കട്ടെ. അല്ല, ഒരായത്തല്ല, ഒരുപാട് ആയത്തുണ്ട്. മുസാഫ് ഒന്നായിട്ട് നിങ്ങൾക്ക് തരാം. പക്ഷെ എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, എന്തിനാന്ന് പറയുന്നു? നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കുന്ന മൗലവിമാരുണ്ടാവുമല്ലോ ബാക്കില്, എന്നാ ഒന്ന് പറയും എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ അതിനല്ലേ പറ്റണ അതീതുണ്ടോ ആയത്തുണ്ടോ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മൈക്ക് തന്നാൽ എന്ത് പറയണം? പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണ് കേട്ടാ, അതിനാണ് മൈക്ക് തരുന്നത്. കേട്ടോ? നിങ്ങള് കേട്ടെങ്കിൽ ഒന്ന് എസ് അടിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണ്? യെസ്, അത് അദ്ദേഹം എസ് അടിച്ചിരിക്കുന്നു കേട്ടോ. എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? ഓക്കെ, മൈക്കെടുത്തോളൂ. ഉസ്താദെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ പറഞ്ഞ കോലത്തിലാണെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന എന്നോ? പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചായ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ഒരാൾ പറയാ ചായ എന്ന് പറയുന്നത് ചായ കുടിക്കുമ്പോൾ കുടിക്കുന്ന ചായ. തിരിഞ്ഞോ എല്ലാവർക്കും? ഒരാളോട് ചോദിക്കുക നമ്മൾ, ഒരാൾ പറയുന്നത് എന്തിനാണ് ചായ എന്ന് പറയുന്നത്? അപ്പൊ ഉത്തരം എന്താണ്? ചായ എന്ന് പറയുന്നത് ചായ കുടിക്കുമ്പോൾ കുടിക്കുന്ന ചായ. ഇപ്പൊ ചായ എന്താണെന്ന് മനസ്സിലായോ സുഹൃത്തെ? ഇതുപോലുള്ള മണ്ടത്തരല്ലേ നിങ്ങൾ പറയുന്നത്? ആദ്യം പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറയും. നിങ്ങൾ പറഞ്ഞ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ. അള്ളാഹിനോട് അല്ലാത്തവരോട് പ്രാർത്ഥിക്കണവരില്ലേ ഈ ലോകത്ത്? ഈ ലോകത്ത് അള്ളാഹുവിനോട് അല്ലാതെ പ്രാർത്ഥിക്കുന്നവരില്ലേ? നിങ്ങളെ പറയാൻ പെടും നേർക്കുനേരെ കേട്ടാ. ഇവിടെ ഈ ചർച്ച, ഈ വിഷയം നേർക്കുനേരെ പറയാൻ, അല്ലാതെ ഈ ജാതി പറയാനല്ല. നിങ്ങൾ പറഞ്ഞ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് അല്ലാത്തവർ പ്രാർത്ഥിക്കണില്ലേ? ഹിന്ദുക്കളൊക്കെ ഇപ്പൊ അള്ളാഹിനോടാ പ്രാർത്ഥിക്കണത്? ക്രിസ്ത്യാനികൾ അള്ളാഹിനോടാ പ്രാർത്ഥിക്കണത്? അല്ലല്ലോ. ആണോ സുഹൃത്തുക്കളെ? ക്രിസ്ത്യാനികളെ പ്രാർത്ഥിക്കണത് നമ്മൾ പ്രാർത്ഥിക്കണ അള്ളാഹിനോടാണോ? അല്ലല്ലോ.
നമ്മുടെ ഹിന്ദു സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോടാണോ? അല്ലല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോടല്ലാത്തവരുണ്ടല്ലോ പ്രാർത്ഥിക്കണത്. അപ്പൊ പ്രാർത്ഥന എന്താണെന്ന് തിരിയണല്ലോ. പ്രാർത്ഥന എന്താണെന്ന് തിരിയണം. പ്രാർത്ഥന എന്താണെന്ന് തിരിയാതെ അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ തന്നെ സാധ്യമല്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് ശരിക്കും കണ്ട് പറയാ കേട്ടാ. അപ്പൊ അതിനുള്ള ആയത്തും അതീതൊക്കെ ഞങ്ങൾ തരും ചെയ്യാം, നിങ്ങൾ പറഞ്ഞതിന്റെ ശേഷം. ഓക്കെ, പ്രാർത്ഥന തിരിയാതെ പിന്നെ അതിനുള്ള ആയത്ത് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ആയത്ത്? ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മുഹമ്മദ് നബി ദൈവമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിനോട് സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതും അതും പ്രാർത്ഥന എന്ന് വിശ്വസിച്ചു ഞാന്. നിങ്ങൾ ആ വിശ്വാസം തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മുഹമ്മദ് നബിനോട് സഹായം ചോദിക്കുന്നതും തെറ്റാണ്. അത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥന അല്ല കേട്ടാ. അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മുസ്ലിമീങ്ങൾ ആരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറുമില്ല. ഇപ്പൊ തിരിഞ്ഞങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് ഉറപ്പുവരുത്തിക്കോളൂ. 404 ആൾക്കാരുണ്ടല്ലോ ഇപ്പോ. അതിൽ നിങ്ങളും ഞാനും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരുണ്ടാവുമല്ലോ. സുഹൃത്തുക്കളെ, അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കലുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഈ ശ്രോതാക്കളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കലുണ്ടെങ്കിൽ എസ് അടിച്ചാൽ മതി, അല്ലാത്തവർ നോ അടിച്ചോളി. ഒന്ന് നോക്ക്, ഇല്ലത്ത് പൈസലൊന്ന് നോക്കിക്കോ. അള്ളാഹു അല്ലാത്ത വല്ല ശക്തികളോടോ വ്യക്തികളോടോ ആരോടെങ്കിലും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന്? ഇല്ല. ആണ്ടോ, ഒരാളും പ്രാർത്ഥിക്കണില്ല കേട്ടാ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായാൽ പോലും നബിയോടൊന്നും ചെയ്യലില്ല, മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കലില്ല, പ്രാർത്ഥിക്കാൻ പാടുമില്ല കേട്ടാ. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പച്ചക്കള്ളം പറഞ്ഞ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മുജാഹിദ് ജാഹിൽ മൗലവിമാരുടെ കുപ്രചരണമാണത് എന്നാണ് ഇല്ലത്ത് ഫൈസലിനോട് പറയാനുള്ളത്. ഓക്കെ, ഇനി മൈക്കെടുത്തോളൂ. ഇനി എന്താ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞോളി. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനല്ല. ഇന്നലെ നിങ്ങൾ പറഞ്ഞത് പിന്നെ മുഹമ്മദ് നബി ദൈവമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് നമ്മൾ സഹായം ചോദിക്കാം, അതിൽ തെറ്റില്ല എന്നാണ് ഉസ്താദ് ഇന്നലെ പറഞ്ഞത്. അത് തെറ്റാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞ പണ്ടും വല്ലാക്ക പറഞ്ഞില്ലേ, പുറത്ത് കയ്യട്ടിക്കൊളി എന്ന് പറഞ്ഞപ്പോള് നടുപ്പുറത്ത് കയ്യട്ടിയ കൂട്ടത്തിലുള്ള പെട്ട തന്നെയാണിത്. ഇപ്പൊ ഞാൻ പറഞ്ഞോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഞങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ സുഹൃത്തുക്കളെ? ഞാന് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെ എന്നും പറയണത് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയില്ല. സഹായം ചോദിക്കാൻ പാടില്ല എന്ന് അള്ളയും പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് അള്ളയും പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടില്ല. വിവരദോഷികളായ പടുജാഹിലുകളായ മുജാഹിദ് മൗലവിമാരല്ലാതെ. ഞാൻ പറഞ്ഞ എന്താ? പ്രാർത്ഥിക്കലില്ല എന്ന്, പ്രാർത്ഥിക്കാനും പാടില്ല എന്ന്. അതാ പറഞ്ഞത്. ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ? അള്ളാഹുവിനോടല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ ആരും പ്രാർത്ഥിക്കലുമില്ല, നിങ്ങൾ അടിക്കുകയും ചെയ്തു. അപ്പൊ ഈ കക്ഷി മൈക്കെടുത്തിട്ട് പറഞ്ഞ കേട്ടോ, നിങ്ങൾ ഇന്നലെ പറഞ്ഞത് സഹായം ചോദിക്കാന്നാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, സഹായം ചോദിക്കലാണെന്ന്. ഞങ്ങൾ പറയുന്നത് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ കേട്ടാ. വലിയ ടെസ്റ്റുകൾ അടിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് അത് പ്രശ്നമുണ്ടാക്കും, നെറ്റ് അവരുടെ കട്ടായി പോവാൻ കാരണമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അത് എന്ത് ചെയ്യരുത്, വലിയ ടെസ്റ്റുകൾ അടിക്കരുത് എന്ന് അത്തരക്കാരെ അറിയിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇല്ലത്ത് ഫൈസലിന് ഇപ്പൊ തിരിഞ്ഞോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല. എന്നാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി പറയുന്നു.
അല്ലാഹു അല്ലാത്ത ഒരാളോടും ഒരു ശക്തിയോടും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാറില്ല, സുന്നികൾ പ്രാർത്ഥിക്കാറേ ഇല്ല, പ്രാർത്ഥിക്കാൻ പാടുമില്ല. ഇത് തിരിഞ്ഞോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് തിരിഞ്ഞോ? തിരിഞ്ഞിക്കണേ എസ് അടിച്ചോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞിക്കണമെങ്കിൽ എസ് അടിക്കൂ സുഹൃത്തെ, വേഗം, സമയം കളയാതെ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആളുകൾക്ക് മൈക്ക് കൊടുക്കും. ഞാനിപ്പോ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ആയെങ്കിൽ ഒന്ന് എസ് അടിക്കാതെ. യെസ്, അത് തിരിഞ്ഞു കേട്ടോ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരായ നബിമാര്, പ്രവാചകന്മാര്, അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവരോടൊക്കെ സഹായം ചോദിക്കാം. അത് പാടില്ല എന്ന് അല്ലാഹ് ഖുർആനിലും പറഞ്ഞിട്ടില്ല, അള്ളാന്റെ റസൂലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇപ്പൊ ഈ പറഞ്ഞത് തിരിഞ്ഞോ? തിരിഞ്ഞു. അതാ. അപ്പൊ സഹായം ചോദിക്കുന്നത് വേറെയാണ്, പ്രാർത്ഥന വേറെയാണ്. ഇതാ പറഞ്ഞത്. ഇത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞോ? ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാവർക്കും തിരിഞ്ഞില്ലേ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചാൽ അത് പാടില്ലാത്തതാണ്, അത് പ്രാർത്ഥനയാണ്, അത് തെറ്റാണ് എന്ന് പറയുന്ന വല്ല ഖുർആനിന്റെ ആയത്തിന്റെ കഷ്ണോ ഹദീസിന്റെ കഷ്ണോ എന്തെങ്കിലും ഇല്ലത്തിന് ഏതെങ്കിലും മൗലവിമാര് തന്നതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്റെ പിന്നിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ആ ആയത്തും ഹദീസൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ ആ സഹായം ചോദിക്കണതും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചോളാം കേട്ടാ. പ്രാർത്ഥന ഏതായാലും ഞങ്ങൾ നടത്തണില്ല, നടത്താൻ പാടില്ല, മനസ്സിലായില്ലേ? സഹായം ഞങ്ങൾ ചോദിക്കാറുണ്ട്, മനസ്സിലായോ? അത് പാടില്ല എന്നൊന്നും ചെയ്തിട്ടില്ല, ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ചെയ്യുന്നു. ഇപ്പൊ മനസ്സിലായോ? ഇനി എന്താണ് ഇല്ലത്ത് ഫൈസലിന് പറയാനുള്ള, പ്രതികരിക്കാനുള്ള മൈക്കെടുത്തോളൂ. അസ്സലാമലൈക്കും. അദ്ദേഹം മൈക്ക് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒരു സംശയം ഉസ്താദേ, നമ്മുടെ വിഘടന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എവിടെ ഇറാനിലേക്ക് ഷിയ സമ്മേളനത്തിന് പോയല്ലോ, അതിന് ഇസ്ലാമികമായിട്ട് വല്ല തെളിവ്, വല്ല പ്രാമാണികമായിട്ട് വല്ല അങ്ങനത്തെ വല്ല ആഘോഷമോ വല്ല ഒക്കെ ഉണ്ടോ? പറയാമോ ഉസ്താദേ? അല്ല, അതിനിവിടെ നേരത്തെ പറഞ്ഞു ഇവിടെ കേട്ടാ. ഇനിയിപ്പോ ആ പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇപ്പൊ തന്നെ ആവർത്തിക്കണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടാ. ഇറാനിലേക്ക് പോയത്, ഇറാനിപ്പോ എല്ലാവർക്കും അറിയാലോ, ഒരു ഷിയ രാജ്യമാണ്. ഷിയാക്കള് എന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികളാണ്. അവരിലുള്ള പൊതുവെ അവര് കടുത്ത മുബ്തദിഉകളാണ്. പിന്നെ 3 ഖലീഫമാരെയും ആക്ഷേപിക്കുന്നവരാണ്. മാത്രമല്ല പരസ്യമായി തന്നെ ചീത്ത പറയുന്ന ആളുകൾ അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ ഭാര്യയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകളുമായ ആയിഷ തുഹ്റ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ നമുക്ക് പറയാൻ, നമുക്ക് ഉദ്ധരിക്കാൻ പോലും നമ്മൾ ഭയപ്പെടുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന, പ്രസംഗിക്കുന്ന ആളുകളാണ്. അതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് സഹിക്കൂല ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചേളാരിക്കാരുടെ ഒരു നേതാവ് പോയി എന്ന് പറഞ്ഞാൽ, മുത്തയാത്തിന്റെ നിക്കാഹിന്റെ വേറുണ്ട്, മനസ്സിലായില്ലേ? മുത്തയാത്തിന്റെ നിക്കാഹി എന്ന പേരിൽ ഒരു വ്യഭിചാരത്തിന് എന്താ പറയാ ഇത് നൽകുന്ന കൂട്ടത്തിലും കൂടിയാണ് അവര്. പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗത്തിന്റെ ഒരു ആഘോഷത്തിന്, അതും അവരുടെ ആശയവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്, അവരുടെ ആശയത്തിന്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരു മനുഷ്യൻ പോയി എന്നറിയുമ്പോ എന്താപ്പ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ചേളാരിക്കാരുടെ നേതാക്കളാണ് അവിടെ പിന്നെ മറ്റേ എന്താ പറയാ തല മുതിർന്ന നേതാക്കളുണ്ടല്ലോ,
അവരാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്, നമ്മളല്ല. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇയാള് ഇഖ്വാനികളുടെ ലോക സംഘടനയിലെ മെമ്പറാണ്, അത് അവരെന്നെ പറയുന്നു. ഇഖ്വാനിസം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അറബ് ലോകത്തുള്ള പിന്നെ മൗദൂദിസത്തിന്റെ മറ്റൊരു കോപ്പിയാണത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോ മുസ്ലിം ലോകത്ത് നടന്ന പ്രധാന രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും കുട്ടികളെയൊക്കെ ബോംബ് പൊട്ടിച്ചും കാർ ബോംബ് വെച്ചും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഭീകരവാദികൾ. ആ ഭീകരവാദികളുടെ സംഘടനയിൽ, ലോക സംഘടനയിൽ ഈ കക്ഷി മെമ്പറാണ്. അത് മാധ്യമം തന്നെ എഴുതിയപ്പോൾ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ലേഖകൻ ലോക മുസ്ലിം, ആഗോള മുസ്ലിം എന്താണ് പണ്ഡിത സംഘടനയിലെ അംഗമാണ്. എന്നിട്ട് അത് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് സമസ്തന്റെ നേതാക്കൾ സമസ്തയാണ് ഒറിജിനൽ ആണെന്ന് പറയുന്ന ആൾക്കാർ ഇതുവരെ മിണ്ടിയിട്ടുണ്ടാ? അപ്പൊ എന്താപ്പോ അവരെ കുറിച്ച് പറയാൻ? ബോധമുള്ള ചിന്തിക്കുന്ന നമ്മുടെ സുന്നികൾ അത് മനസ്സിലാക്കുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, ശരി. എന്നാ ഇനി മറ്റുള്ളവർ മൈക്കെടുത്തോളൂ. നമ്മളെ ഫൈസലിന് വിഷയം മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞതും രണ്ടാമത് പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സിലായല്ലോ. ഇനി മറ്റുള്ളവർ മൈക്കെടുത്തോളൂ. സഹായം ചോദിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന് ഖുർആനിൽ നിന്നൊരു ആയത്ത് എനിക്ക് തെളിവായിട്ട് വേണം. തീർച്ചയായും അത് നല്ലൊരു അഭിപ്രായമാണ്. അത് ഇപ്പൊ നിങ്ങൾ പറയും, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറ്റൂല, സഹായം ചോദിക്കാൻ പറ്റും എന്ന് നിങ്ങൾ സമ്മതിച്ചു അല്ലേ? എന്ന് നിങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് അതിന്റെ ആയത്തിന്റെ കുറവല്ലുള്ളൂ. യെസ്, ശരി. അങ്ങനെ സഹായം ചോദിക്കണമെങ്കിൽ ആയത്ത് വേണം, എന്നെങ്കിലേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. നിങ്ങളോട് ആരെ പറഞ്ഞു? അതേത് ഖുർആനിലാണുള്ളത്? അത് ഏത് ഹദീസിലാണുള്ളത്? നിങ്ങൾ അതൊന്നും പറഞ്ഞു തന്നാലേ അപ്പൊ ഞാൻ ആയത്ത് ചോദിത്തരാം. മൈക്കെടുത്തോളൂ വേഗം, സമയം കളയണ്ട. മറ്റാള് പിന്നെ കണക്ക് പഠിക്കാൻ പോയിട്ടുണ്ട്. ആര്? നമ്മളെ നോണയം ബൈലക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? മീറ്ററിന്റെ സെന്റിമീറ്റർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മൂപ്പര് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് മൈക്കെടുത്തോളി. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സഹായം ചോദിക്കണമെങ്കിൽ അതിന് ഖുർആനിൽ ആയത്ത് വേണമെന്നുള്ളത് ആരാ പറഞ്ഞിട്ടുള്ളത്? ഏത് ഇമാമാ പറഞ്ഞത്? ഖുർആനിലുണ്ടെങ്കിൽ ഖുർആനിൽ പറഞ്ഞോളി, അല്ലെങ്കിൽ ഇമാമികൾ ആരെയും പറഞ്ഞോളി, അങ്ങനെ പറഞ്ഞോളി. റസൂലും തന്നെ പറഞ്ഞോളി, അങ്ങനെ പറഞ്ഞോളി. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇല്ലത്ത് ഇസ്മായിൽ മൈക്കെടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഉസ്താദെ, നമുക്കൊരു സംശയം ഉണ്ടാകുമ്പോ അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നല്ലേ നമ്മൾ തിരഞ്ഞെടുക്കല്ലേ, അല്ലാതെ പാണക്കിതാബിൽ നിന്നല്ലേ. ഞാൻ ഖുർആനിൽ നിന്നല്ലേ ഒരു ആയത്ത് ചോദിച്ചത്. അത് ശരി. പാളക്കിതാവൊന്നും എന്നല്ല, മൂപ്പർക്ക് സംശയം ഉണ്ടായാലൊക്കെ മൂപ്പര് ഖുർആനിൽ നിന്നാണ് തെരഞ്ഞെടുക്കല്. അത് തിരക്കടില്ല. അതൊരു നല്ല ഐഡിയ ആണ്, മനസ്സിലായില്ലേ? അതൊരു നല്ല ഐഡിയ ആണ്. ശരി, അത് എനിക്കും തന്നെ അതൊന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞേക്കാം. എങ്ങനെയാണ് തെരഞ്ഞെടുക്കലെന്ന് എനിക്ക് നിശ്ചയില്ല. അതുകൊണ്ടൊന്നും അറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ ഇന്നിപ്പോ നിസ്കരിച്ചിങ്ങനെ ഒന്ന് എസ് അടിച്ചാൽ മതി. അല്ല, നമുക്ക് നബിയോട് സഹായം ചോദിക്കണമെങ്കിൽ വേണ്ടാതെ വെച്ചാൽ മതിയല്ലോ. ഏതായാലും ഇപ്പൊ നിസ്കാരം അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നിസ്കാരം ശരി. എത്ര റക്അത്താ നിസ്കരിച്ചത് മോനെ? ആ റക്അത്തിന്റെ എണ്ണം കൂടെ ഒന്ന് അടിച്ചോടി. വേഗം അടിക്കൂ. നിസ്കരിച്ചു നിങ്ങൾ അടിച്ചില്ലേ? കളിയാക്കല്ല പടച്ച തമ്പുരാൻ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ കളിയാക്കുകയാണെന്ന് പറഞ്ഞു. നീ അത് കളിയാക്കുക? നിങ്ങൾക്ക് എന്താ നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എസ് അടിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് റക്അത്തിന്റെ എണ്ണം അടിക്കാൻ കഴിയുന്നില്ല എന്ന്? മറ്റുള്ളവരടിക്കണ്ട, അദ്ദേഹമാണ് അടിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോടാ ചോദിക്കുന്നത്. എത്ര അടിച്ചത്? എത്ര ഇല്ല, എത്ര റക്അത്താ നിസ്കരിച്ചത്? എനിക്കതൊരു ഇതിന് കണ്ടുപിടിക്കണ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. 4. ശരി, 4 റക്അത്താണ് നിങ്ങൾ എങ്ങനെ ഖുർആനിൽ കണ്ടുപിടിച്ചത്? ആ ആയത്തൊന്ന് ഓതിക്കാട്ടങ്ങള്. ഞാൻ മൈക്ക് വിട്ടു കേട്ടാ, വേറെ വർത്താനല്ല.
ഇശ 4 റക്അത്ത് എന്നുള്ളത് ഖുർആനിലല്ല ഹദീസിലാണുള്ളത്. അത് ശരി. ഓഹോഹോ, അങ്ങനെയാണ്. അപ്പൊ പിന്നെ എല്ലാം ഖുർആൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നടക്കൂല അപ്പൊ അല്ലേ? ഹദീസിലാണുള്ളത്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. എന്നാ ഹദീസ് ഒന്ന് വായിച്ചോളി, നമുക്ക് ഹദീസ് കണ്ടുപിടിക്കുക. ഇല്ലത്തെ പൈസ ഹദീസ് ഒന്ന് വായിച്ചോളൂ, ഞാൻ മൈക്കോട്ടു. ഹലോ, ഞാൻ നിങ്ങള് ഒരു ഉസ്താദല്ലേ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി ഉസ്താദിനോട് ചോദിക്കാണ് ഒരു അല്ല, നിങ്ങൾ സംഗതി ചിലത് വിദ്യാർത്ഥികളായിരുന്നു ഉസ്താദുമാരും പഠിക്കലുണ്ട്. ഒരുപാട് കാരണം എനിക്കറിയാത്തൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. നമുക്ക് സംശയമൊക്കെ ഖുർആനിൽ കണ്ടുപിടിക്കുമോ എന്നുള്ളേ, മനസ്സിലായില്ലേ? അത് എനിക്കറിയാത്തൊരു കാര്യമാണ്. അപ്പൊ അതൊന്നും നിങ്ങളാളിപ്പോ പറഞ്ഞത്. നിങ്ങൾ സംശയമുള്ളതൊക്കെ എന്ത് ചെയ്യലാണ്? ഖുർആനിൽ കണ്ടുപിടിക്കലാണെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സംശയം, എങ്ങനെ ഞാനിപ്പോ എന്തിരുന്ന് 4 റക്അത്ത് ഐശാൻ കയറിച്ചത്, എനിക്കിപ്പോ അത് ഈ ഖുർആനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ ഹദീസിലുണ്ട്, അതായിക്കോട്ടെ, എന്നാ മതി. എന്നാ ഹദീസ് ഒന്ന് പറഞ്ഞോളി, ഹദീസ് ഒന്ന് പറഞ്ഞോളി. അത് പറ്റുമോ, സാധിക്കും നിങ്ങൾക്ക്? ഖുർആനില് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ശരി. ഹദീസില് അതും ഇല്ലല്ലേ, അതിനും പറ്റൂല. എന്നാ അത് പഠിച്ചിട്ട് പോന്നാ മതിട്ടാ. ഓരോരുത്തർക്ക് കൊക്കിൽ ഒതുങ്ങണത് എന്ത് ചെയ്താൽ മതി? വിഴുങ്ങിയാൽ മതിയല്ലോട്ടാ. ഇപ്പൊ നിസ്കരിക്കണ നിസ്കാരം എല്ലാം ഖുർആനും ഹദീസും കണ്ടുപിടിക്കുന്ന ആൾക്ക് ഇത്രയും സിമ്പിളായ 4 റക്അത്താണ് ഇശാ നിസ്കാരം എന്നുള്ളത്. റക്അത്തിന്റെ എണ്ണം ഖുർആനിലില്ല, എന്നാ ഹദീസിലുണ്ടോ? അത് പറയാനും എന്ത് ചെയ്യണില്ല, ഈ മൂപ്പർക്ക് പറ്റണില്ല. എന്നാ ഞാൻ ബാക്കിയുള്ളവർ മൈക്കെടുത്തോളൂ സുഹൃത്തുക്കളെ, വെറുതെ സമയം കളയണ്ട. ഇത് കാര്യമുള്ളതല്ല, മനസ്സിലായില്ലേ? ഓക്കെ. മറ്റുള്ളവർ മൈക്കെടുത്തോളൂ. ഇല്ലത്ത് നിങ്ങളിവിടെ ഇങ്ങനെ കേട്ട് ഇരുന്നാ മതിട്ടാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പഠിക്കാൻ പറ്റും. നിങ്ങൾ സ്ഥിരമായി എന്ത് ചെയ്യുക, ഈ റൂമിൽ വരിക, ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇവിടെ ചോദ്യകർത്താക്കൾ ചോദിക്കണവും കാര്യമൊക്കെ പഠിക്കും. ഒക്കെ മനസ്സിലാക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് കേട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായല്ലോ, എന്ത്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരം തന്നെ ഖുർആനൊന്നും ഹദീസൊന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇനി അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടാ. എന്നിട്ട് അങ്ങനത്തെ നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാ, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് സഹായം ചോദിക്കണമെങ്കിൽ അതിന് ഖുർആൻ വേണമെന്ന്. ഈ വേണമെന്നാരാ പറഞ്ഞത്? അതിന്റെ ഇടക്ക് മറ്റു മൗലവിമാരെ അനുകരിച്ചുകൊണ്ട് വലിയൊരു കുരുത്തക്കേടിന്റെ വാക്കും നിങ്ങൾ പറഞ്ഞു, പാളക്കിത്താബ് എന്ന്. മനസ്സിലായോ അല്ലേ? അതൊക്കെ അതായത് അത് വിവരമുള്ള വരട്ടെ, അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കാം കേട്ടാ. ബാക്കിയുള്ളവർ മൈക്കെടുത്തോളൂ. ഹലോ ഉസ്താദ്, ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിസ്കാരത്തിന്റെ റക്അത്ത് എത്ര എന്നുള്ളതല്ല. അല്ല, അതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ എന്താണ് ഒക്കെ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ആളാണെന്നാ പറഞ്ഞത് കേട്ടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊന്ന് അത് ആ ഐഡിയ ഒന്ന് പഠിച്ചു കിട്ടിയാൽ എനിക്കും ആ പണി ചെയ്യായിരുന്നു എന്നുള്ള നിലക്കാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഖുർആനിലെ ഹദീസിലുണ്ട്. ആ ഹദീസിലുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചു, നിങ്ങളൊന്ന് ഹദീസ് ഓതി തരുമോന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ആ പിന്നൊന്ന് പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് ഓതി തരാൻ പറ്റുമായിരിക്കും, ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ല, നിങ്ങൾക്ക് ആരോ പിന്നെന്ന് ആരോ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അവർക്ക് ഓതി തരാൻ പറ്റുമായിരിക്കും ഹദീസ്. എന്നാലും മതി. എനിക്കത് സ്വീകാര്യമാണ്. പറ്റുമെങ്കിൽ ഒന്ന് ഫൈസൽ, പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിച്ചാൽ മതി. വെറുതെ മൈക്കെന്ന് ഇങ്ങനെ ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾ അവിടെ ഇരുന്നോളൂ കേട്ടാ. നിങ്ങൾ നാളെ വരി, മനസ്സിലായോ? നേരം വൈകി 1-1.5 മണി സമയത്ത് വെറുതെ നിങ്ങൾ ഞഞ്ഞം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ കക്ഷി പറഞ്ഞാൽ എന്താ പറയുക, സംശയമുള്ളതൊക്കെ നമുക്ക് ഖുർആനും സുന്നത്തും നിന്നാണ് മൂപ്പര് നോക്കി പഠിക്കല്. എന്നിട്ടോ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചില്ല, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ നമ്മള് മോശമായ ടെസ്റ്റ് അടിക്കുന്നവരെ അഡ്മിന്മാരെന്ത് ചെയ്യുക, അത്തരം ടെസ്റ്റുകൾ അടിക്കുന്നവരെ ഉടനെ ബൗൺസ് ചെയ്യേണ്ടതാണ്. അവര് ഇസ്ലാമികമായി ഇതൊന്നും ബന്ധമുള്ളവരല്ല, അവർ വേറെ ചില മേഖലയിലുള്ള ആളുകളാണ്. അഡ്മിന്മാരുടെ
കണ്ണ് ഇങ്ങനെ ഈ ടെസ്റ്റുകളിലേക്ക് ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു കേട്ടാ. ആ പിന്നെ എന്നാ ഞാൻ ബാക്കിയുള്ളവർ മൈക്കെടുത്തോളൂ, വെറുതെ സമയം കളയാൻ. ഉസ്താദ് ഒരാളെ സംശയം തീർത്തിട്ടില്ല, പിന്നെ ബാക്കിയുള്ളവർ മൈക്കെടുക്ക. എന്റെ സംശയം ആദ്യം തീർച്ചേരേ. ഹലോ നിങ്ങള് നേരത്തെ ചേളാരികളെ കുറിച്ച് പറഞ്ഞല്ലോ, മനോരമയിലെ കട്ടിങ്. ആ കട്ടിങ് ഒന്ന് നിങ്ങൾ എനിക്കൊന്ന് അയച്ചു തരാൻ പറ്റുമോ? അതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ മൂരികൾ എന്ന് വിളിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം. ഞാനത് പലപ്പോഴും ചോദിക്കണമെന്ന് കരുതാറുണ്ട്. അതൊന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ മൂരികൾ എന്ന് വിളിക്കുന്നുണ്ടല്ലോ നിങ്ങളെ, അതൊന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും മൂരികൾ എന്ന് വിളിച്ചിട്ടില്ലല്ലോ, നോണ പറയരുത് പള്ളിയാത്തെ. ഞാൻ ഒരു മനുഷ്യനെയും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ മൂരികൾ എന്ന് വിളിച്ചിട്ടില്ല കേട്ടാ. ഉണ്ടോ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ ആരെങ്കിലും വിളിക്കണത്? കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഉണ്ടോ? ഇല്ല, അങ്ങനെ വിളിക്കാനും പാടില്ല കേട്ടാ, അങ്ങനെ വിളിക്കാനും പാടില്ല. മനസ്സിലായില്ലേ? അതൊന്നും നമ്മൾ ഇത് ചെയ്യണതല്ല കേട്ടാ. പിന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? നമുക്ക് ആശയപരമായ അല്ലെങ്കിൽ നിലപാടുകളിലോ സംഘടനാപരമായോ ഒക്കെ ഉള്ള അന്തരങ്ങളൊക്കെ ഉണ്ടാവും, അത് വേറെ വിഷയം. എന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം പ്രയോഗങ്ങളൊന്നും നടത്താൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ നടത്തലില്ല, നടത്താൻ അനുവദിക്കാറുമില്ല എന്നറിയിക്കുന്നു കേട്ടാ. പിന്നെ നമ്മളെ ഫൈസൽ പറഞ്ഞത് ചോദിച്ചതിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് ബോധ്യമായി. മനസ്സിലായോ? അതുകൊണ്ടാണ് കേട്ടാ. മാത്രമല്ല, ഒരു കാര്യം അനുവദനീയമാവണമെങ്കിൽ അത് ഖുർആനിൽ വേണം എന്നൊരു നിയമം ഇസ്ലാമിലില്ല. ആദ്യം പഠിച്ചോളൂ. ഖുർആനിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഫൈസൽ കേൾക്കണ്ട, ഞാൻ പറഞ്ഞു കേൾക്കണ്ട. ഇസ്ലാമിൽ ഒരു കാര്യം അനുവദനീയമാവണമെങ്കിൽ അതിന് ഖുർആനിൽ ആയത്ത് വേണം എന്നില്ല. അങ്ങനൊരു നിയമം ഇസ്ലാമിലില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഫൈസലിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഫൈസൽ കേൾക്കണ്ട? കള്ള് കുടിക്കാൻ പാടുണ്ടോ? തെങ്ങും കള്ള്, തെങ്ങുമെന്ന് കിട്ടുന്ന കള്ളുണ്ടല്ലോ, കുടിക്കാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. നോ, പാടില്ല. എന്താ പാടില്ലാത്തത്? ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. കണ്ടോ? അതേ തെങ്ങിൽ തന്നെ കിട്ടുന്ന ഇളനീരുണ്ട്, അത് കുടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ ഫൈസലെ? ഉണ്ട്. എന്നാ തെങ്ങുകൾ കുടിക്കാൻ പറ്റുന്നുള്ളതിനുള്ള ഒരു ആയത്തുകളൊന്നും ഓതിക്കാണി. അതല്ലേ കേൾക്കേണ്ടത്. ഇല്ലത്തെ ഫൈസലൊന്നും ഒന്ന് മൈക്കെടുത്തിട്ട് ഒന്ന് ആയത്തോതി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ എന്ത് ചെയ്യും? കള്ള് കുടിക്കാൻ, തെങ്ങിൽ നിന്ന് കിട്ടുന്ന കള്ള് കുടിക്കാൻ പാടില്ല. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്താ കാരണം? കള്ള് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്, പാടില്ല, ഹറാമാക്കിയിട്ടുണ്ട്. അതേസമയം അതേ തെങ്ങിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു പാനീയമാണ് ഇളനീര്. അത് കുടിക്കാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ? അതെ ഉമ്മർ മൗലിന്റെ അതല്ല, അത് പിന്നെ ഞാൻ വൈക്ക് കൊണ്ടാച്ചിട്ടാണ്. പാടുണ്ടോ? ഉണ്ട് അല്ലേ? പാടുണ്ട്. അത് അനുവദനീയമാണ്. എന്നാ അത് അനുവദനീയമാണ് എന്നതിന് ഖുർആനിലൊരു ആയത്തോ ഒരു ഹദീസോ എന്തെങ്കിലും ഒന്ന് വേണ്ടപ്പോ നമുക്ക്. അല്ലാപ്പോ നമുക്ക് അതെങ്ങനെ കുടിക്കാൻ പറ്റുക? അത് അനുവദനീയാവുക? അതാണിപ്പോ ആയത്തോ ഹദീസോ ഇപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഇല്ലത്ത് ഫൈസൽ ഓതും. ഞാൻ മൈക്ക് വിട്ടു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ഹലോ ഉസ്താദേ, ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ല നിങ്ങൾ പറയണത്. നിങ്ങൾ എന്തൊക്കെയോ പറയണേ, സംബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഹലോ, ഇളനീര് ഹലാലല്ലേ ഉസ്താദെ? ഹലാല് കുടിക്കാൻ
പാടും പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ആയത്ത് വേണോ? എന്താണ് ഈ പറയുന്നത്? അതന്നെ പറയണത്. അതെ, എപ്പോ അബൂ തൈബ പറഞ്ഞില്ല, അതന്നെ അതേ ചോദ്യം തന്നെയാണ് ഈ കക്ഷിയോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സഹായം ചോദിക്കുക എന്നുള്ളത് ജായിസാണ്. ജായിസായ കാര്യത്തിന് തെളിവ് വേണ്ടാന്ന് മനസ്സിലായോ അബൂ തൈബ? മനസ്സിലായോ? അടിസ്ഥാനപരമായി എല്ലാം അനുവദനീയമാണ്. ഒരു കാര്യം പാടില്ല എന്ന് പറയാനാണ് തെളിവ് വേണ്ടത്. അനുവദനീയം എന്നതിന് പ്രത്യേകം തെളിവ് വേണ്ടതില്ല. ഇതിപ്പോ അബൂ തൈബക്ക് മനസ്സിലായോ? മനസ്സിലായിക്കണമെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. അബൂ തൈബക്ക് മനസ്സിലായോ? അബൂ തൈബക്ക് മനസ്സിലായോന്ന് ആയെങ്കിൽ എസ് അടിച്ചോ സുഹൃത്തെ, ഇല്ലെങ്കിൽ നോ അടിച്ചോളൂ. മനസ്സിലായോ? ഇല്ല, മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞത്. കേട്ടാ അബൂ ജിഹാദെ, അതൊന്ന് നേരിട്ട് അദ്ദേഹത്തിനൊന്ന് അടിച്ചു കൊടുക്ക് കേട്ടാ. നേരിട്ട് അദ്ദേഹത്തിനൊന്ന് അടിച്ചു കൊടുക്ക കേട്ടാ. അദ്ദേഹത്തോടാണ് ചോദിക്കണത്. നിങ്ങൾക്ക് മനസ്സിലായോ മുസ്ലിയാരെയാണ്? മൂപ്പര് മുസ്ലിയാരാണെന്ന് അദ്ദേഹം പരിചയമുള്ള ആളാ തോന്നുന്നുണ്ട് കേട്ടാ. ഇപ്പൊ തിരിഞ്ഞോ സുഹൃത്തുക്കളെ? ബാക്കിയുള്ളവർക്കൊക്കെ തിരിഞ്ഞാ? ബാക്കിയുള്ളവർക്കൊക്കെ തിരിഞ്ഞില്ലേ? ഒരു കാര്യം അനുവദനീയമാണ് എന്ന് പറയുന്നതിന് എന്ത് വേണ്ട? പ്രത്യേകം തെളിവ് വേണ്ടതില്ല. ഇത് ഒരടിസ്ഥാന നിയമമാണ് ഇസ്ലാമിലെ. അതെന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി. ഇസ്ലാമിലെ എന്ന് മാത്രമല്ല, ഭൗതിക ലോകത്തെയും നിയമം അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം പാടില്ല എന്ന് പറയണമെങ്കിൽ അതിന് പിന്നെ പ്രത്യേകം തെളിവ് വേണം, വിലക്ക് വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് തെളിവ് വേണ്ടത്. അത് നബിയോട് സഹായം ചോദിക്കാം, അത് അനുവദനീയമാണ്, അതിന് പ്രത്യേകം തെളിവ് വേണ്ടതില്ല. എന്താ കാരണം? തെളിവെന്താണ്? അത് അള്ളാഹും റസൂലും വിലക്കിയിട്ടില്ല. അത് പാടില്ല എന്ന നിരോധനമില്ല. നിരോധനമില്ലാത്തതെല്ലാം അനുവദനീയമാണ്. ഇപ്പൊ മനസ്സിലായോ? ഇളനീര് ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അബൂ തൈബ വന്നു നോക്കി ഇളനീരൊന്ന് വെട്ടി കുടിക്കാച്ചിട്ടാണ് മൂപ്പര് വന്നു നോക്കിയത്. പിന്നെയാണ് മൂപ്പർക്ക് വിഷയം തിരിഞ്ഞത്. മനസ്സിലായോ? ഇളനീരെന്ന് കേട്ടപ്പോഴേ മൂപ്പരൊന്നും എന്ത് ചെയ്താണ്? വായിൽ വെള്ളം നിറച്ച് വന്നു നോക്കിയതാണ്. മൈക്കില് ഇപ്പോഴാണ് മൂപ്പർക്ക് വിഷയം തിരിഞ്ഞത്. അതല്ല വിഷയം, കുടിക്കണ കാര്യം. ഇവിടുന്ന് ഇപ്പൊ തൽക്കാലം ഇളനീര് കുടിക്കാൻ കിട്ടൂല എന്നുള്ളത്. മനസ്സിലായില്ലേ? അബൂ തൈബ, തെങ്ങിൽ നിന്ന് കിട്ടുന്ന രണ്ട് പാനീയങ്ങളാണെന്ത്? ഒന്ന് തെങ്ങും കള്ള്, അഥവാ ഉമ്മർ മൗലവിയുടെ മൂത്ത മകൻ മുലപ്പാലിനേക്കാൾ പരിശുദ്ധവും പോഷകങ്ങളുള്ളതുമാണ്, അതുകൊണ്ട് കുട്ടികൾക്കടക്കം കൊടുക്കണം എന്ന് പ്രചരിപ്പിക്കുന്ന തെങ്ങും കള്ള്. അത് ഞങ്ങൾക്ക് സുന്നികൾക്ക് എന്താണ്? അത് ഹറാമാണ്, പാടില്ല. അതേസമയം അതേ തെങ്ങിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇളനീര് അത് അനുവദനീയമാണ്. അപ്പൊ ഒരാൾ ചോദിക്കുക, എന്താണ് ഇത് അനുവദനീയമാണെന്ന് പറയാൻ എന്താ തെളിവ്? അത് വിലക്കിയിട്ടില്ല, അത് തന്നെ തെളിവ്. അപ്പൊ വിലക്കില്ലാത്തതെല്ലാം, നിരോധനമില്ലാത്തതെല്ലാം അനുവദനീയമാണ് എന്നെന്തെങ്കിലും മനസ്സിലാക്കിയാൽ ഈ പൊട്ടത്തരം ചോദിച്ചുകൊണ്ട് നടക്കൂല എന്നാ പറഞ്ഞത്. മനസ്സിലായോ അബൂ തൈബ? പെങ്ങും തിരിഞ്ഞില്ലേ? ഇനി വേണമെങ്കിൽ ഒരു ഇളനീര് പോയി കുടിച്ചോളൂ കേട്ടാ, സന്തോഷത്തോടെ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇവിടെ 1:30 മണിയായി. പിന്നെ സുന്നിക്കുട്ടി ഉസ്താദ് ആരെങ്കിലും ഉസ്താദന്മാരുണ്ടെങ്കിൽ അവരൊന്ന് മൈക്കിൽ വരിക. മറ്റുള്ളവരെന്ത് ചെയ്യുക? അല്ലെങ്കിൽ നമ്മളെ അഡ്മിന്മാര് മൈക്കെടുക്കുക. ഇന്ന് ഇവിടെ നടന്ന ഒരുപാട് പരിപാടികൾ നടന്നു. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട നമ്മുടെ ബാപ്പുട്ടി ദാരിമിയുടെ ആദർശ പഠന ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ 1-2 ദിവസം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ദാരിമിയുടെ ആദർശ പഠന ക്ലാസ് പുതുതായി നമ്മുടെ റൂമിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം? അത് പങ്കെടുക്കുകയും ശരിക്ക് കൃത്യമായി നന്നായി അടിസ്ഥാനപരമായി തന്നെ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ
ആശയാദർശങ്ങളെ കുറിച്ച് പഠിക്കുകയും വേണം എന്ന് അറിയിക്കുന്നു. പിന്നെ ബഹ്റൈനിൽ 12:30 അല്ലേ? ആയിക്കോട്ടെ. ആ ടൈം എപ്പോഴായിരുന്നു?